ഇവിടെ എത്തിയിരിക്കുന്ന സംഘടനകളുടെ പ്രതിനിധികളെ, ഓരോ സംഘടനയുടെയും പ്രതിനിധികളെ നോക്കി ഞാൻ പറഞ്ഞാൽ പോലും 1 മണിക്കൂർ കൊണ്ടും തീരാത്ത വിധത്തിൽ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന നേതാക്കളെ, ആദ്യം തന്നെ കുടുംബാംഗങ്ങളെ, അമ്മമാരെ, എന്റെ സർവസങ്കല്പങ്ങളും ഭാരതത്തിലെ സമസ്ത ഗുരു പരമ്പരയുടെയും ആചാര്യന്മാരുടെ പദകമലങ്ങളിലും കലിയുഗവരതനായ അയ്യപ്പൻ ഭഗവാന്റെ സങ്കല്പം കൊണ്ട് പരമപവിത്രമായിരിക്കുന്ന നിങ്ങളുടെയൊക്കെ മനസ്ഥിതിയിലും എന്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികളുടെ തൃച്ചേവടികളിലും പൂജാപുഷ്പങ്ങളായി അർപ്പിച്ചുകൊള്ളട്ടെ. ഈശ്വരൻ നിങ്ങളെ കാണുന്നത് പോലെ കാണാം. അടുത്തു വന്നിരിക്കും. ശബ്ദരൂപത്തിൽ അമ്മ സംസാരിക്കും. പറയുന്നത് എഴുതിയെടുക്കുവാൻ കഴിയും. അത്രത്തോളം ഈശ്വരൻ സത്യമാണ് എന്ന് സ്വന്തം തപസ്സിന്റെ അനുഭവത്തിലൂടെ കണ്ടെടുത്ത പൊതുവേദികളിൽ പോലും പ്രഖ്യാപിച്ചിട്ടുള്ള ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപാദങ്ങളുടെ ആശ്രമത്തിലുള്ള ഒരു എളിയ വ്യക്തിയാണ് ഞാൻ. ഇവിടെ ഏതോ ഒരു വികസന പ്രവർത്തനത്തിന്റെ, ശബരിമല വികസനത്തിന്റെയും ഒക്കെ പദ്ധതികൾ നടപ്പാക്കാൻ പോകുന്നു എന്ന് കേട്ടു. ഏതോ റോഡ് പണിഞ്ഞും ഏതോ പാലം കെട്ടിയും ആർക്കൊക്കെയോ വേണ്ടി എന്തൊക്കെയോ ചെയ്തും ശബരിമല വികസിപ്പിക്കുവാനുള്ള തീരുമാനം, പോളിറ്റ് ബ്യൂറോയുടെ തീരുമാനം AKD ഭവനിൽ നിന്നെടുത്ത് ഇവിടെ അവതരിപ്പിച്ചാൽ ഇവിടെ ആരും അതിനെ അനുസരിക്കാൻ പോകുന്നില്ല എന്ന് അതിനെ പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപാദങ്ങൾ ഈ കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലുമുള്ള തന്ത്രിമാരെയും എഞ്ചിനീയർമാരെയും അതുപോലെ തന്നെ സകല സാങ്കേതിക വിദഗ്ധരെയും ജ്യോതിഷന്മാരെയും ആർക്കിടെക്റ്റുകളെയും ഭക്തന്മാരെയും സർവ്വസംഘടനയുടെയും നേതാക്കളെയും ഒക്കെ ഈ പന്തളം കൊട്ടാരത്തിൽ വിളിച്ചു വരുത്തി സമഗ്രമായ ഒരു പദ്ധതി ശബരിമല വികസനത്തിന് വേണ്ടി അവതരിപ്പിച്ചിട്ടുണ്ട്. ആ പദ്ധതിയുടെ പേരാണ് ഹരിവരാസനം പദ്ധതി. 1,00,000 ആളുകൾക്ക് ഒരേ സമയം നിന്ന് ഭഗവാന്റെ ദർശനം നടത്തുവാൻ തക്കവിധം സമഗ്രമായ സമ്പൂർണമായ കുറ്റമറ്റ ഒരു പദ്ധതിയാണ് ആ ഹരിവരാസനം പദ്ധതി. അത് അവതരിപ്പിച്ചിട്ട് അതിൽ തിരിഞ്ഞു നോക്കാതെ, അതിൽ യാതൊരു ഗൗരവവും കൽപ്പിക്കാതെ പുതിയ പദ്ധതികളുമായി കടന്നു വന്നിരിക്കുകയാണ്. വരുന്ന 100 വർഷം വരാനിരിക്കുന്ന ഭക്തജന സഞ്ചയത്തിന് യാതൊരു വിഷമവും കൂടാതെ തീർത്ഥാടനം നടത്തി ദർശനം നടത്തി കടന്നു പോകുവാൻ തക്കവിധത്തിലുള്ള ഒരു പദ്ധതിയെ പുല്ലുവില പോലും കൽപ്പിക്കാതെ വലിച്ചെറിഞ്ഞുകൊണ്ട് എന്ത് പദ്ധതിയാണ് ഇവിടുത്തെ അവിശ്വാസികൾ നടപ്പാക്കാൻ പോകുന്നതെന്ന് അറിയുവാൻ ഇവിടുത്തെ ഹിന്ദുക്കൾക്ക്, അയ്യപ്പ ഭക്തന്മാർക്ക് താല്പര്യമുണ്ട്. അവിടെ ശബരിമലയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരു കാര്യം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. തത്വമസി, അതിന് പല അർത്ഥങ്ങളുണ്ട്. അത് നീയാകുന്നു. 2018-ലും 2019-ലും ഒക്കെ പാവപ്പെട്ട ഇവിടുത്തെ അയ്യപ്പ ഭക്തന്മാരെ തല്ലിച്ചതച്ച് നിരപരാധികളുടെ പേരിൽ കേസെടുത്ത് ഇന്നും കോടതികളിൽ ഇറങ്ങുവാൻ തക്ക വിധത്തിൽ അവരെ ആക്ഷേപിക്കുകയും അവരെ ശിക്ഷിക്കുകയും ചെയ്ത ഈ സർക്കാർ, അത് നീയാണ്. തത്വമസി, അത് നീയാകുന്നു. ശബരിമലയുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒന്നും ബഹുമാനിക്കാതെ അശുദ്ധിയുള്ള മഹിളകളെ പോലും യുവതികളെ പോലും രഹസ്യമായി തന്റെ ഇവിടുത്തെ ഗവൺമെന്റിന്റെ വാഹനങ്ങളിൽ കടത്തി അയ്യപ്പന്റെ ദർശനം നടത്തുവാൻ പറഞ്ഞുവിട്ട അത് നീയാകുന്നു. തത്വമസി. ആ നീ ഇവിടുത്തെ അവിശ്വാസി സർക്കാരാണ് എങ്കിൽ ആ അവിശ്വാസി സർക്കാരിന് ശബരിമലയുമായി എന്താണ് ബന്ധം? ശബരിമലയിൽ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഒരു ചുട്ടും ചെയ്യാൻ പോകുന്നില്ല. ഇതൊക്കെ നല്ലതാണ്. കാരണം എന്തെന്നറിയുമോ? കാരണം ഭഗവത്ഗീതയുടെ ശ്ലോകമാണല്ലോ ഇവിടെ അദ്ദേഹം പറഞ്ഞത്. അതിൽ അവസാനം ഒരു ശ്ലോകമുണ്ട്. എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീ വിജയോ ഭൂതിർഭുവാ നീതിരും മതിരും മമ. ഭഗവത്ഗീതയിൽ അതിനൊരു അർത്ഥമുണ്ട്. ആ അർത്ഥം നിങ്ങൾക്കൊക്കെ അറിയാം. എവിടെയാണ് യോഗേശ്വരനായ കൃഷ്ണനും ധനുർധരനായ പാർത്ഥനുമുള്ളത് അവിടെ വിജയമുണ്ടാകുന്നു എന്ന്. പക്ഷേ ഇത് സംഭവിച്ചിരിക്കുന്നത് എന്താണ്? എവിടെയാണോ ധനുർധരനായ ഭക്തന്മാരും യോഗേശ്വരനായ അയ്യപ്പനുമുള്ളത്
പറയാനുള്ള തന്ത്രമാണ്. ഈ തന്ത്രം ഇവിടുത്തെ അയ്യപ്പ ഭക്തന്മാരൊക്കെ അടുത്ത് വില പോവില്ല എന്നുള്ളത് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. എന്തെല്ലാമാണ് ഭഗവത്ഗീത ആരോ എഴുതി കൊടുത്തത് കാണാതെ പോലും പഠിച്ചു വന്ന് പറയുവാനുള്ള സാമർഥ്യമില്ലാത്ത പടവിധികൾ അധികാരത്തിന്റെ കസേരയിൽ കടന്നിരുന്നുകൊണ്ട് ഇവിടുത്തെ ഭക്തന്മാരെ ഭരിക്കുമ്പോൾ ഐക്യതയില്ലാതെ ധർമ്മത്തെ സ്നേഹിക്കുന്നവനെ, ധർമ്മത്തെ പോഷിപ്പിക്കുന്നവനെ, ധാർമ്മികമായ ചിന്താഗതിയിൽ ഒരു തലമുറയെ വളർത്തിയെടുക്കുവാൻ കരുത്തുള്ള ഒരു സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരുവാൻ കഴിയാതെ പോയ നമ്മുടെ പരാജയമാണ് അതിന് കാരണം. അതിന് പരിഹാരം കാണേണ്ടത് നമ്മൾ തന്നെയാണ്. ഇവിടെ മറ്റൊന്ന് പറയുന്നത് കേട്ടു, വാവരെ പറ്റി. വാവരൻ എന്ന് പറയുന്നത് ഇല്ല പോലും. പരമപൂജ്യ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങൾ 25-30 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, ശബരിമലയിൽ വെച്ചിരിക്കുന്നത് വാവരെയാണ്. വാവരയ്ക്ക് ശബരിമലയുമായും അയ്യപ്പനുമായും കുലബന്ധം പോലുമില്ല. ആ വാവര് മുസ്ലിം ആക്രമണകാരിയാണ്. അയ്യപ്പനെ ആക്രമിച്ച് യുദ്ധത്തിൽ തോൽപ്പിക്കുവാൻ കടന്നു വന്ന തീവ്രവാദിയാണ്. അയാൾ പൂജിക്കപ്പെടേണ്ടവനല്ല, പൂജ്യമല്ല. പിന്നെ പൂജിക്കപ്പെടേണ്ടത് ആര് എന്ന് ചോദിച്ചാൽ വാപുരൻ. മറന്നുപോകരുത്. സർവ അയ്യപ്പ ഭക്തന്മാരോടും ഞാൻ അടിവരയിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്നു, വാവരല്ല, വാപുരസ്വാമി. ആരാണ് വാപുരൻ? ഗ്രന്ഥങ്ങൾ നിരത്തി ഇവിടുത്തെ ഹൈന്ദവ സംഘടനാ നേതാക്കൾ പ്രഖ്യാപിച്ചു വാപുരൻ ആര് എന്ന്. ഗ്രന്ഥങ്ങളുണ്ട്, പ്രമാണങ്ങളുണ്ട്, ശാസ്ത്ര ഗ്രന്ഥങ്ങളുണ്ട്. വാപുരൻ ശിവന്റെ ഭൂതമാണ്. അതുകൊണ്ട് തന്നെ അയ്യപ്പനെ സഹായിക്കുവാൻ ശിവനയച്ച ഭൂതമാണ് വാപുരസ്വാമി. ആ വാപുരസ്വാമിയുടെ അനുഗ്രഹം ഇവിടുത്തെ അയ്യപ്പന്മാർക്ക് ഉണ്ടാകട്ടെ. ആ വാപുരസ്വാമിയുടെ നടയിൽ ചെന്നുകൊണ്ട് തേങ്ങയടിച്ച് അയ്യപ്പനെ ദർശിക്കുവാനുള്ള അവസരം നമ്മൾ ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് എരുമേലിയിൽ ഇന്ന് വാപുരന്റെ പേരിൽ ഒരു മഹാക്ഷേത്രം ഉയരുവാൻ പോകുന്നത്. അത് കെട്ടുന്നതിന് ആർക്കാണ് ഇവിടെ തടസ്സം? ആർക്കാണ് ഇവിടെ ഒരു ചൊറിച്ചിൽ? അതൊക്കെ ഇവിടെ വച്ചിരുന്നാൽ മതി. ഇതൊന്നും ഇവിടെ വില പോകില്ല. അതുകൊണ്ട് നമ്മൾ സംഘടിക്കണം, ശക്തരായി നമ്മൾ മുന്നോട്ട് വരണം. ഏകോദര സഹോദരന്മാരെ പോലെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവമെന്ന് പ്രഖ്യാപിച്ച ആ മഹത്തായ സങ്കല്പം ജാതി ഒന്നേ ഉള്ളൂ എന്നല്ല പറഞ്ഞത്. ചമ്മന്തി കഴിക്കണമെങ്കിൽ 5 ജാതി മിനിമം അതിൽ വേണം. വേണ്ടേ? നമ്മുടെ ശരീരം സൃഷ്ടിച്ചിരിക്കുന്നത് 5 ജാതികൾ കൊണ്ടാണ്: ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം കാള നന്നാകേണ്ടെന്നല്ല, പൂച്ച നന്നാകേണ്ടെന്നല്ല, പട്ടി നന്നാകേണ്ടെന്നല്ല. അർത്ഥമറിയുവാൻ നമുക്ക് കഴിയട്ടെ, അതിനുള്ള ചിന്ത നമുക്കുണ്ടാകട്ടെ. എന്നാൽ മാത്രമേ നമ്മുടെ സംസ്കാരത്തെ സംരക്ഷിക്കുവാൻ നമുക്ക് കഴിയൂ. അത് ചിന്തിക്കുവാൻ ഉള്ള സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ലക്ഷക്കണക്കിനുള്ള ഭക്തന്മാർ ഒരുമിച്ച് ചേർന്ന് അയ്യപ്പന്റെ സംസ്കാരത്തെ നിലനിർത്തുവാൻ ഉള്ള ഈ വലിയ സംരംഭം മഹത്തായ വിജയമായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതിനുള്ള എല്ലാ സങ്കല്പങ്ങളും സമർപ്പിക്കുകയാണ്. ശബരിമല ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലക്ഷക്കണക്കിന് ഭക്തന്മാർ കടന്നുപോയ, അവിടെ പോയി നമസ്കരിച്ച സംവിധാനമാണ്. അതിന് ആർക്കും ഒരു ചുക്കും ചെയ്യാൻ കഴിയുകയില്ല. സനാതന ധർമ്മത്തെ ചവിട്ടി മരിക്കുവാൻ നൂറ്റാണ്ടുകളോളം ഇവിടെ കടന്നു വന്ന് ഭരിച്ച, നമ്മുടെ ഖജനാവുകൾ കൊള്ളയടിച്ച, നമ്മുടെ ഗ്രന്ഥമുറകൾ തീവച്ച് നശിപ്പിച്ച, നമ്മുടെ പാവപ്പെട്ട ഹിന്ദുക്കളെ മതപരിവർത്തനം ചെയ്തും അല്ലാതെയും കൊന്നൊടുക്കിയ മുഗളന്മാർക്കും ബ്രിട്ടീഷുകാർക്കും കഴിഞ്ഞില്ല. പിന്നെയാണോ ഇവിടെയുള്ള DMK കാരന്? പിന്നെയാണോ ഇവിടെയുള്ള CPM കാരന്? സനാതന ധർമ്മത്തെ ചവിട്ടി മരിക്കുകയാണ്. ഇന്നിവിടെ നേരത്തെ സൂചിപ്പിച്ചു, ആനയുടെ മുകളിൽ കയറി എറുമ്പ് ചവിട്ടി മരിച്ചാൽ ആനയ്ക്കൊരു ചുട്ടും വരാനില്ല, യാതൊരു സംശയവുമില്ല. പിന്നെ അവിശ്വാസിയാണ് പോലും. ആരാണ് വിശ്വാസി? ആരാണ് വിശ്വാസി? നിങ്ങളൊക്കെ അവിശ്വാസികളാണോ വിശ്വാസികളാണോ? വിശ്വാസികളാണോ അവിശ്വാസികളാണോ? ഇതിനും 2 അർത്ഥമുണ്ട്. ഇത് പകലെന്ന് വിശ്വസിക്കുന്നുവോ രാത്രിയെന്ന് വിശ്വസിക്കുന്നുവോ? നിങ്ങൾ പകലെന്ന് വിശ്വസിക്കുന്നുവോ രാത്രിയെന്ന് വിശ്വസിക്കുന്നുവോ? ഉത്തരവാദിത്തം പറയൂ. പകലെന്ന് വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ? ഇത് പകൽ തന്നെയല്ലേ? ഇത് പകൽ തന്നെയാണ്. പകലെന്ന് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അയ്യപ്പനെ സംബന്ധിച്ച് അയ്യപ്പൻ ഉള്ളതാണ്. അത് നമ്മുടെ അനുഭവത്തിൽ തന്നെ ഉള്ളതാണ്. അതുകൊണ്ട് വിശ്വസിക്കേണ്ട ആവശ്യമേ ഇല്ല. ഈ ഭാരതത്തിലെ സനാതന ധർമ്മി വിശ്വസിച്ചിട്ടില്ല ഈശ്വരനിൽ. കാരണം അത് അവൻ ഉള്ളതാണ്. അത് പകൽ പോലെയാണ്, അവന്റെ പെറ്റമ്മയെ പോലെയാണ്, അവന്റെ
വിശ്വാസം ആവശ്യം? ആചാരങ്ങളിൽ വിശ്വാസം വേണം. ഇന്ന ആചാരത്തിലൂടെ പോയാൽ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ കഴിയും. ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി ഇന്ന അനുഷ്ഠാനം ഉണ്ടാകണം. ആ അനുഷ്ഠാനത്തിൽ ഉറച്ച വിശ്വാസം വേണം. ഇന്ന ഗുരുവിന് എന്നെ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് നയിക്കുവാൻ കഴിയും. ആ ഗുരുവിൽ വിശ്വാസം വേണം. ആ വിശ്വാസമാണ് നമുക്ക് ആവശ്യം. അതാണ് ഇവിടെ തകർത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ നിരീശ്വരവാദിക്ക് വിശ്വാസമില്ല എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ഞാൻ നിർത്തുകയാണ്. 10 മിനിറ്റാണ് അനുവദിച്ചിരിക്കുന്നത്. സമയത്തിന്റെ കുറവുണ്ട്. ഇവിടുത്തെ നിരീശ്വരവാദിക്ക് വിശ്വാസമില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇവിടുത്തെ നിരീശ്വരവാദിക്ക് വിശ്വാസമുണ്ട്. കാരണം ഇന്ന പാർട്ടിയിൽ ചേർന്നാൽ നമുക്ക് കസേര കിട്ടും, ഇന്ന ഗ്രൂപ്പിൽ ചേർന്നാൽ അധികാരം കിട്ടും, ഇന്ന ഗ്രൂപ്പിനോട് നിന്നാൽ മുഖ്യമന്ത്രിയാകാം, ഇന്ന രീതിയിൽ പ്രവർത്തിച്ചാൽ പോളിറ്റ് ബ്യൂറോ അംഗമാകാം, ഇന്ന മുദ്രാവാക്യം വിളിച്ചാൽ അണികൾ കൂടെ ചേരും. ഇതൊക്കെ വിശ്വാസമാണ്. അവർ വിശ്വാസികളാണ്, യാതൊരു സംശയവും വേണ്ട. വിശ്വാസമില്ലാത്തതിന് ഈ ഭൂമുഖത്ത് നിലനിൽപ്പില്ല. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ലോകം തന്നെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് യാതൊരു സംശയവും വേണ്ട, ഈ സംസ്കാരം ഒരിക്കലും ആർക്കും തകർക്കുവാൻ കഴിയുന്നതല്ല. ആരാക്ഷേപിച്ചാലും അപവദിച്ചാലും ഈ സംസ്കാരം മതങ്ങളുടെ മാതാവ് എന്നുള്ള നിലയിൽ, ശാസ്ത്രങ്ങളുടെ ശാസ്ത്രം എന്നുള്ള നിലയിൽ ഈ ലോകത്തിനാകമാനം വെളിച്ചം പകർന്നുകൊണ്ട് വസുധൈവ കുടുംബം എന്ന് പ്രഖ്യാപിച്ച ആ മഹത്തായ സംസ്കാരത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ഈ ലോകത്തിന് തന്നെ ദീപമായി വിളക്കായി നിലകൊള്ളും. ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കുന്നത് സമസ്ത സന്യാസി സമൂഹത്തിന്റെയും ഒരു പ്രതിനിധി എന്നുള്ള നിലയിലാണ്. ആശ്രമത്തിൽ ഇരുന്നു കൊണ്ട് രാമരാമ 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 വാഹിമാം എന്ന് ജപിച്ചുകൊണ്ടിരിക്കേണ്ടുന്ന ഞങ്ങളെ ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുകയാണ്. നല്ല ചൂടാണ്, വേർക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് വിഷമമില്ല. കാരണം ഇത് ധർമ്മസഫലമാണ്. രാവണനെ വധിക്കുവാൻ അസ്ത്രം കൊടുത്ത, ആയുധം കൊടുത്ത, മന്ത്രം കൊടുത്ത അഗസ്ത്യന്റെ സംസ്കാരം അത് ഈ ഭാരതത്തിന്റെ സംസ്കാരമാണ്. അത് രാമന്റെ സംസ്കാരമാണ്. അത് ആധ്യാത്മിക പാരമ്പര്യമാണ്. ശാസ്ത്രവീര്യവും ബ്രഹ്മതേജസ്സും ഒരുമിച്ചവനാകണം സന്യാസി എന്ന് പഠിപ്പിച്ചുകൊണ്ട് യുദ്ധം എന്ന് പറയുന്നത് ധർമ്മം നിലനിൽക്കുവാൻ ആവശ്യമാണെങ്കിൽ അത് ചെയ്യണമെന്നും അത് വിജയിക്കണമെന്നും പഠിപ്പിച്ച സന്യാസി സ്വന്തം ശരീരത്തിന് പുല്ലുവില പോലും കൽപ്പിക്കാതെ ത്യാഗോഗ്രമായ ധാർമ്മികമായ നിഷ്ഠയോടുകൂടി ഈ രാജ്യത്ത് മാതൃക കാണിച്ച ആ ഏറ്റവും വലിയ സനാതന ധർമ്മത്തിന്റെ പരമ്പരയിൽ ഒരു എളിയ വ്യക്തിയായി ഇവിടെ വന്ന് നിങ്ങളെയൊക്കെ അഭിസംബോധന ചെയ്യുവാൻ ഉള്ള അവസരം തന്നത് എന്റെ ഗുരുനാഥന്റെ അനുഗ്രഹമാണ്. ശബരിമലയിൽ പോയി 3 ദിവസം ഉറക്കവുമില്ലാതെ ശ്രീ കുമ്മനം രാജശേഖരൻ ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം സ്വാമിജിയോട് കൂടെ ഉണ്ടായിരുന്നു. ഉറക്കവുമില്ലാതെ അദ്ദേഹത്തിന്റെ തലയിൽ രാത്രി 1:30 മണിക്ക് മുകളിൽ നിന്നൊരു അയ്യപ്പൻ മൂത്രം അദ്ദേഹം തന്നെ ആ കഥ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ക്ലീൻ പറഞ്ഞിട്ട് ഇതൊക്കെ പഞ്ചഭൂതമല്ലേ, യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അതൊക്കെ അപ്പുറത്ത് പോയി 3:30 മണിയാകുമ്പോൾ കഴുകിക്കളഞ്ഞ് ഒരു അരമണിക്കൂർ മാത്രം വിശ്രമിച്ച് വീണ്ടും അടുത്ത ദിവസം ശുചീകരണത്തിന് വേണ്ടി ഇറങ്ങി അങ്ങോട്ട് നമ്മുടെ നാടിന് എല്ലാവിധത്തിലുള്ള മാതൃക കാണിച്ച് നേതൃത്വം കൊടുത്ത് നിലയ്ക്കൽ ധർമ്മസമര സേനാനിയായി ഏറ്റവും മുന്നിൽ നിന്നും പടവരുതിയ ആ മഹാത്മാവിന്റെ സംസ്കാരം, ആ സംസ്കാരം ഉൾക്കൊള്ളുവാൻ നമ്മുടെ ജനതയ്ക്ക് കഴിയട്ടെ. ആ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് കർണാടകത്തിന്റെ മധ്യധാര സൂര്യ സൂര്യ Surya Tejas. He is the Surya Tejas in the Parliament. So I am very much happy to see him here and get him here. And Annamalai. He is not only Annamalai, he is really Thiru Annamalai, Bhagavan Shiva himself. So his leadership is very much valuable to us. We have all respect to these people who are leading this country in the name of a political party. Political party രാഷ്ട്രീയം എന്ന് പറയുന്നത് പാർട്ടിയല്ല. ഭഗവാൻ ശ്രീരാമൻ എന്നൊരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു, ഈ രാജ്യം ഭരിച്ചിരുന്നു. ക്ഷമിക്കുക, ഭഗവാൻ ശ്രീരാമൻ എന്നൊരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു, രാജ്യം ഭരിച്ചിരുന്നു. രാമൻ രാഷ്ട്രീയക്കാരനാണ്. പക്ഷേ ധർമ്മം നിലനിർത്തുവാൻ പാർട്ടിയില്ലാതെ രാഷ്ട്രീയമാകാമെന്ന് പഠിപ്പിച്ച, രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പാർട്ടിയമല്ല, രാഷ്ട്രത്തെ സംബന്ധിച്ചതാണ് രാഷ്ട്രീയം. പാർട്ടിയെ സംബന്ധിച്ചത് പാർട്ടിയമാണ്. അതങ്ങ് പാർട്ടി ഓഫീസുകളിൽ വെച്ചാൽ മതി. അതിവിടെ വേണ്ട. ഇവിടുത്തെ അയ്യഭക്തന്മാരുടെ രാഷ്ട്രീയം ഈ നാടിനെ പെറ്റമയായി കാണുവാൻ പഠിപ്പിച്ച് സ്വന്തം രക്തം ചിന്തി ഈ മാതൃരാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത പാരമ്പര്യത്തിന്റെ രാഷ്ട്രീയമാണ്. അതിവിടെ നിലനിൽക്കട്ടെ. വീടുകളിൽ കിടന്നിറങ്ങാതെ
രാമനാമം മാത്രം ജപിക്കാതെ ഇതാ ഈ ഒരു വീൽ ചെയറിൽ വന്നിരിക്കുന്ന ഒരമ്മ. അമ്മയെ ഞാൻ പ്രണയിക്കുകയാണ്. ഇന്ന് ആരോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഭക്തി തോന്നുന്നത്, അതുപോലെ തന്നെ വിനയപൂർവ്വം സംസാരിക്കാൻ തോന്നുന്നത്, അതുപോലെ തന്നെ എനിക്ക് പ്രാർത്ഥന വേണ്ടിയാണ് പ്രാർത്ഥിക്കാൻ തോന്നുന്നത്, ആ അമ്മയാണ്. അമ്മയ്ക്ക് നടക്കാൻ നിവൃത്തിയില്ല, വീൽ ചെയറിലാണ് ഇരിക്കുന്നത്. ഇത് അയ്യപ്പന്റെ സംസ്കാരമാണ്. തന്റെ ശരീരത്തിനെ പോലും വകവയ്ക്കാതെ, തന്റെ പരാജയങ്ങളെയും തന്റെ പരിമിതികളെയും വകവയ്ക്കാതെ, ഭഗവാന്റെ പേരിൽ എല്ലാം മറന്ന് സ്വന്തം നാടിനെ സ്നേഹിക്കുവാൻ, സ്വന്തം സംസ്കാരത്തെ വളർത്തുവാൻ, പുലർത്തുവാൻ കാണിക്കുന്ന ആ മഹാമനസ്കതയ്ക്ക് അയ്യപ്പന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഇവിടെ വന്നെത്തിയ എല്ലാ ഭക്തജനങ്ങൾക്കും, എല്ലാ അധികം വിളിക്കുന്നില്ല, യു ആർ നോട്ട് ജസ്റ്റ്, യു ആർ നോട്ട് അവർ ജസ്റ്റ്, സോ യു ആർ ഓൾ ഇൻ ദി ഫാമിലി ഓഫ് അയ്യപ്പ പന്തളം. സോ എന്റെ എല്ലാ പ്രാർത്ഥനകളും സമർപ്പിക്കുന്നുണ്ട്. അല്പം സമയം കൂടുതലെടുത്തു, അതിന് സംഘാടകരെ ക്ഷമിക്കുമല്ലോ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് 7 മണിക്ക് എനിക്ക് ശ്രീകാര്യത്ത് എത്തേണ്ടതുണ്ട്. എങ്കിലും നിങ്ങളെ കാണുമ്പോൾ സന്യാസിക്ക് വികാരം പാടില്ല എന്നൊക്കെ പറയുമെങ്കിലും ഒരു ഭക്തിയുടെ വികാരം